ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് കനത്ത മഴ തുടരുന്നുണ്ട് ഇടവിട്ട്. പുന്നപ്പുഴയിൽ ശക്തമായ കുത്തൊഴുക്ക് തുടരുന്നുണ്ട്. ഉരുൾപൊട്ടലല്ല എന്ന് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചു. പ്രദേശത്ത് സംസ്ഥാന സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നുവന്നത്. മലവെള്ളപ്പാച്ചിലിന് കാരണം പുഞ്ചിരിമട്ടത്തുണ്ടായ മണ്ണിടിച്ചിലാണ് എന്ന വിവരം കൂടി ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നു. ഉരുൾപൊട്ടലിൽ തകർന്ന സ്ഥലത്താണ് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായത്. മണ്ണിടിച്ചിലിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് ചൂരൽമലയിൽ നിന്ന് പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സുർജിത്ത്, ഈ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം ഇത് ഈ ഒരു മണ്ണിടിച്ചിലാണ്, ഇങ്ങനെയൊരു കുത്തിയൊലിച്ച് വെള്ളം എത്തുന്നതിനും ഈ പുഴയിൽ ജലനിരപ്പ് ഉയരുന്നതിനുമൊക്കെയുള്ള സാഹചര്യം രൂപപ്പെടുത്തിയത് എന്നാണ്. നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം നേരത്തെ ഉയർത്തിയതാണ്. ഇപ്പോഴുള്ള സാഹചര്യം എന്താണ്? മഴയ്ക്ക് കുറവുണ്ടോ? പുഴയിലെ ജലനിരപ്പ് അതേപടി തന്നെ തുടരുന്ന നിലയുണ്ടോ? ഈ റോഡിലേക്കൊക്കെ വെള്ളം കയറിയ സാഹചര്യത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് സുർജിത്ത്? റിജിത്ത്, നിലവിൽ മഴയ്ക്ക് ശമനമുണ്ട്. മഴ ഇടവിട്ട് ശക്തമായ രീതിയിലുള്ള മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ വെള്ളം കുത്തിമറിഞ്ഞ് കലങ്ങി ഒഴുകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വനറാണി എസ്റ്റേറ്റിന്റെ ഭാഗം ഈ ഒരു ഭാഗം ഉരുൾപൊട്ടൽ നേരത്തെ തകർന്നതാണ്. ആ ഉരുൾപൊട്ടൽ തകർന്ന ആ തകർന്ന പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ആ മണ്ണ് വന്ന് കലർന്നതാണ്, ഈ പുഴയിൽ കലർന്നതാണ് ഇത്തരത്തിൽ ഇങ്ങനെ പുഴ ചുകന്നൊഴുകാനുള്ള കാരണം. ഉരുൾപൊട്ടൽ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല. അത് ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും ആ മേഖലയിൽ അവിടെ കയറി പരിശോധന നടത്തി. പൂർണ്ണമായും ആ പരിശോധനയിൽ ഉരുൾപൊട്ടലല്ല ഉണ്ടായിട്ടുള്ളത്. ഈ വനറാണി എസ്റ്റേറ്റിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ആ മണ്ണിടിച്ചിലാണ് ഇത്തരത്തിൽ വെള്ളം കലങ്ങി മറിഞ്ഞ് കുതിച്ചൊഴുകാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. മാത്രമല്ല, അസാധാരണമായ മഴപ്പെയ്ത്താണ് ഉണ്ടായിട്ടുള്ളത്. 24 മണിക്കൂറിനൂടെ 100 mm-ലധികം മഴ ഇവിടെ പെയ്തിട്ടുണ്ട്. ആ മഴയുടെ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഈ ഒരു അവസ്ഥ, ഇങ്ങനെ ഈ പുന്നപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും ഇവിടെ വലിയ പ്രതിഷേധത്തിന്റെ കാരണം എന്ന് പറയുന്നത് പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചുരൽമലയോട് തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ, അതായത് നീലിക്കാപ്പ്, റാട്ടപ്പാടി, മാട്ടറക്കുന്ന്, പടവെട്ടിക്കുന്ന്, അതോടൊപ്പം തന്നെ അട്ടമല ഉൾപ്പെടെയുള്ള പ്രദേശത്തൊക്കെ തന്നെ ആളുകൾ താമസിക്കുന്നുണ്ട്. ആ താമസിക്കുന്ന ആളുകൾക്കൊന്നും തന്നെ ആനുകൂല്യങ്ങളൊന്നും നൽകുന്നില്ല. അതായത് അവർക്ക് പലർക്കും ആ ആനുകൂല്യങ്ങൾ നൽകാൻ തയ്യാറാകുന്നില്ല. അത് നേരിട്ട് ദുരന്തം ബാധിച്ചവർക്ക് മാത്രം എന്നുള്ള തരത്തിലേക്ക് പരിമിതപ്പെടുത്തി സർക്കാർ എന്നുള്ളതാണ്. ഇവർക്ക് തൊഴിലില്ല. ഈ തൊഴിൽ മേഖലയിൽ ഉൾപ്പെടെ ഉള്ള ആളുകളെല്ലാം തന്നെ കനത്ത രീതിയിലുള്ള പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. ഇതെല്ലാം തന്നെയാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ വഴിയിലേക്ക് ആളുകൾ എത്താനുള്ള കാരണം. വില്ലേജ് ഓഫീസറെ സ്ഥലത്തെത്തി വില്ലേജ് ഓഫീസറെ തടഞ്ഞ് തിരിച്ചയക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തഹസിൽദാരും വൈത്തിരി തഹസിൽദാർ കുമാരി ബിന്ദുവും ഒപ്പം തന്നെ സ്പെഷ്യൽ ഓഫീസറായിട്ടുള്ള സുശീൽ കുമാർ എന്ന ഉദ്യോഗസ്ഥൻ ഇവിടേക്ക് എത്തി അവരെയും തടയുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അങ്ങനെ തടഞ്ഞ് നിർത്തി ഈ തീരുമാനമാക്കാതെ വിടില്ല. അതായത് ധനസഹായം അടക്കമുള്ള കാര്യങ്ങളിൽ ഉറപ്പ് വേണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റാട്ടപ്പാടിയും പടവെട്ടിക്കുന്നും ഒരു തരത്തിലും, അതായത് ഇതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. അവിടെ നിന്നും ആളുകളുടെ ലിസ്റ്റ് നേരത്തെ നൽകിയതാണ്. ആ ലിസ്റ്റ് അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന്. അതെല്ലാം ചൂണ്ടിക്കാട്ടിയുള്ള വലിയ പ്രതിഷേധം അതാണ് ഇവിടെ നടക്കുന്നത്. ആ പ്രതിഷേധം അവസാനിച്ചിട്ടില്ല. ADM ഇവിടേക്ക് വരുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. പലപ്പോഴും ഉദ്യോഗസ്ഥരുമായി നാട്ടുകാർ കയർക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് കാര്യങ്ങൾ അതിനുശേഷം സുർജിത്ത്, നേരത്തെ തന്നെ ഈ 1/2 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളെയൊക്കെ ഈ പുനരധിവാസത്തിന്റെ ഭാഗമാക്കണം എന്നുള്ള ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നതാണ്. പക്ഷേ അത് പൂർണ്ണാർത്ഥത്തിലൊന്നും പരിഗണിക്കാൻ കഴിയുന്നതല്ല എന്ന നിലപാട് ആ ഘട്ടത്തിൽ അധികൃതർ സ്വീകരിച്ചു. ഇവിടെ ഈ നാട്ടുകാർ ഉന്നയിക്കുന്ന വിമർശനങ്ങളിൽ അതിൽ തന്നെ അവർ പ്രധാനമായി പേരെടുത്ത് പറഞ്ഞടക്കം വിമർശനം ഉന്നയിക്കുന്ന അവിടെയുള്ള വില്ലേജ് ഓഫീസറെ കുറിച്ച്, തഹസിൽദാരെ കുറിച്ച്, ഈ സംഭവം ഉണ്ടാകുന്ന ഘട്ടത്തിൽ പോലും അവർ വിളിച്ചിട്ട് ഒരുപാട് വൈകിയാണ് ആരെങ്കിലും ഒന്ന് അവിടേക്ക് തിരിഞ്ഞു നോക്കിയത് എന്നതടക്കമുള്ള ഗുരുതരമായ വിമർശനങ്ങൾ അവർ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ ഈ വലിയൊരു ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ മഴ കനക്കുന്ന സാഹചര്യത്തിലൊക്കെ ചൂരൽമലയുടെ കാര്യത്തിൽ, മുണ്ടക്കൈ മേഖലയുടെ കാര്യത്തിലൊക്കെ ഒരു പ്രത്യേക ജാഗ്രത ഇപ്പോൾ തന്നെ നിലവിലുള്ളതായിരുന്നു. അതിനിടയിലും ഇത്തരത്തിലുള്ള പരാതികൾ വരുന്നത് എന്തുകൊണ്ടാണ് സുർജിത്ത്? പലതരത്തിലും വളരെ വൈകാരികമായുള്ള പ്രതികരണമാണ് ആളുകളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. കാരണം അവരുടെ ജീവിതാവസ്ഥ അതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പല ഘട്ടങ്ങളിലും ഉദ്യോഗസ്ഥർക്കെതിരെയും ജനപ്രതിനിധികൾക്കെതിരെയും എല്ലാം തന്നെ വൈകാരികമായ രീതിയിലുള്ള പ്രതികരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ്. കാരണം ഇവിടുത്തെ ഒരു ജീവിതാവസ്ഥ എന്ന് പറയുന്നത്, അതായത് ദുരന്തശേഷം ഇവിടെ പലതരത്തിലും തൊഴിലില്ലായ്മ എന്നുള്ള സംഗതി വാസ്തവമാണ്. പ്രത്യേകിച്ച് ഈ എസ്റ്റേറ്റിലൊക്കെ ജോലിക്ക് പോകുന്ന ആളുകൾ, ദൂരദേശങ്ങളിൽ മാറ്റിപ്പാർപ്പിക്കപ്പെട്ട ആളുകളൊക്കെ ഇവിടേക്ക് എത്തി ഇവിടെ നിന്ന് മടങ്ങണമെങ്കിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ചിലവ് അവർക്ക് വരുന്നുണ്ട്. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ
പട്ടിണി കിടക്കാതിരിക്കാനാണ് ഇവിടെ ഈ എസ്റ്റേറ്റ് ജോലിക്ക് വരുന്ന ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ ടൂറിസം മേഖലയായിരുന്നു പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. പ്രത്യേകിച്ച് 900 കണ്ടിയിലെ ജീപ്പ് ഡ്രൈവർമാർ അങ്ങനെയൊക്കെയായിരുന്നു ഇവരുടെ തൊഴിൽ മേഖല. കൃഷി പൂർണ്ണമായും നശിച്ചു. ശേഷിക്കുന്ന കൃഷിയുള്ള മുണ്ടക്കയിലെയും ഒപ്പം തന്നെ ചുരുൾമലയിലെയും അട്ടമലയിലെയും പ്രദേശവാസികളെല്ലാം തന്നെ കൃഷി വന്യമൃഗങ്ങളുടെ ശല്യം മൂലം തകർന്ന ഒരവസ്ഥയാണ്. ഇവിടുത്തെ സാമ്പത്തികാവസ്ഥ പൊതുവെ തകർന്ന് തരിപ്പണമായ സ്ഥിതിയാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സഹായം, സർക്കാരിന്റെ സഹായം, പ്രതിദിനം 300 രൂപ ലഭിക്കുന്ന ആ ഒരു സഹായം വലിയ ആശ്വാസ നടപടിയായി നിലനിന്നിരുന്നത്. പക്ഷേ ആ ആശ്വാസ നടപടിക്ക് വിഘാതം സൃഷ്ടിക്കുന്ന വിധത്തിൽ ഒരു സുപ്രഭാതത്തിൽ അത് നിർത്തി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായും നേരിട്ട് ദുരന്തത്തെ ബാധിച്ച എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ആനുകൂല്യങ്ങൾ നൽകുക എന്നുള്ള തരത്തിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ പരിമിതപ്പെടുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇങ്ങനെ ഇപ്പോൾ മഴ ശക്തമായി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഈ മഴപ്പെയ്ത്തിലാണ് വീണ്ടും ഇങ്ങനെ വെള്ളം കയറുമോ എന്നുള്ളതാണ് ആശങ്ക. ഇന്ന് രാവിലെ പോലും ഈ തൊഴിലിടത്തിലേക്ക് പോയ ആളുകളെ, അതായത് മുണ്ടക്കയിലേക്ക് തൊഴിൽ ചെയ്യാൻ പോയ ആളുകളെ പൂർണ്ണമായും ഇവിടേക്ക് എത്തിച്ചത് വലിയ രീതിയിലുള്ള ശ്രമഫലമായാണ്. അതായത് അത് ഫോറസ്റ്റ് വാഹനങ്ങൾ ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ ഇവിടുത്തെ ജീപ്പുകളും ട്രാക്ടറും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അവരെ ഇപ്പുറത്തേക്ക് എത്തിച്ചത്. കാരണം മുണ്ടക്കയിലേക്ക് പോകുന്ന റോഡ് വേലിപ്പാലം കഴിഞ്ഞ ഉടൻ തന്നെ അത് പൂർണ്ണമായും വെള്ളക്കെട്ടിലായി. മുകളിൽ പുഞ്ചിരിമട്ടത്ത് ജനവാസമില്ലെങ്കിലും ആ പുഞ്ചിരിമട്ടത്തെ റോഡിലൂടെ വെള്ളം ഇരച്ചെത്തുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ഇവിടുത്തെ വില്ലേജ് റോഡ് പൂർണ്ണമായും പുതിയ വില്ലേജ് റോഡ് പൂർണ്ണമായും ഒറ്റപ്പെടുന്ന രീതിയിലേക്ക് വെള്ളം മറിഞ്ഞൊഴുകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ നിരവധി പ്രതിസന്ധികളെ ഈ നാട്ടുകാർ അഭിമുഖീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് ഇങ്ങനെ ഒരു പരസ്യ പ്രതിഷേധത്തിന്റെ വഴി അവർ തെരഞ്ഞെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. എന്തായാലും വില്ലേജ് ഓഫീസറെ തടഞ്ഞു. സുർജിത്ത് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ 300 രൂപയുടെ സഹായം എന്നുള്ളതൊക്കെ ചിലർക്ക് ആദ്യഘട്ടത്തിൽ കിട്ടിയിരുന്നു. ഈ ദുരന്തത്തിന് ശേഷം ഉള്ള സമീപ ദിവസങ്ങളിലായി അല്ലെങ്കിൽ സമീപ മാസങ്ങളിലായി കിട്ടിയിരുന്നു. പിന്നീട് അത് മുടങ്ങിപ്പോകുന്ന നിലയുണ്ടായി. ഒരു 9,000 രൂപയുടെ സഹായം എന്നുള്ള നിലയിലും അതും പൂർണ്ണമായി എല്ലാവരിലേക്കും എത്തിയില്ല എന്നുള്ള വിമർശനമൊക്കെ അവർ ഉയർത്തുന്നു. ഒരു ജീവനോപാധിയാണല്ലോ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടത്. അത് ഈ ദുരന്തത്തിൽ തകർന്നുപോയ സാഹചര്യം, അത് വീണ്ടും തുടങ്ങിയാൽ തന്നെ അത് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം, ഒരു ലാഭമുണ്ടാക്കുക, ജീവിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അതിൽ നിന്ന് പണം സ്വരൂപിക്കുക എന്നതിനൊന്നും കഴിയുന്ന സാഹചര്യമല്ല അവിടെ ഉണ്ടായിരുന്നത്. എന്നിട്ടും ഈ സഹായം നിലച്ചുപോയത് എന്തുകൊണ്ടാണ്? അത് ഒരുപാട് പേർക്ക് ആ സഹായം അവിടെ ലഭ്യമാകാനുണ്ടോ? അർഹരായവരെ തഴഞ്ഞു പോകുന്നു എന്ന പരാതിക്ക് അവിടെ വലിയ പ്രസക്തിയുണ്ടോ? അതിൽ ഈ പ്രതിഷേധക്കാരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് ഈ വില്ലേജ് ഓഫീസറൊക്കെ എഴുതി കൊടുക്കുന്നു, ഇവർ ഈ അർഹരായവരുടെ പട്ടികയിൽ അവർ ഇടപെടുന്നു, ഇവർക്ക് സഹായത്തിന് അർഹതയില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ട് മുകളിലേക്ക് സമർപ്പിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നാട്ടുകാരുടെ പരാതി. സുർജിത്ത്, എന്തായാലും ഈ ആളുകളെ സംബന്ധിച്ച് ഈ നേരിട്ട് ദുരന്തം ബാധിച്ചവരുടെ പട്ടികയിലേക്ക് പരിമിതപ്പെടുത്തുന്ന ഒരു സ്ഥിതി അതാണ് സംഭവിച്ചിട്ടുള്ളത്. അത് സർക്കാർ ചെയ്ത നടപടി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു. കാരണം തൊഴിലില്ല എന്നുള്ളതാണ് പറയുന്ന പ്രതിസന്ധി. ആ തൊഴിലില്ലാത്ത സാഹചര്യത്തിൽ സഹായങ്ങൾ തുടരണം എന്നുള്ള അഭിപ്രായം ഉയർന്നു. നിരവധി സമരങ്ങൾ നടന്നു. പക്ഷെ അതിലൊന്നും തന്നെ ഒരു സൊല്യൂഷൻ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതിനകത്തൊരു നടപടി ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് ഈ ആളുകളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. കാരണം ഇതിനകത്തൊരു കൃത്യമായൊരു പരിഹാര നിർദ്ദേശം എന്നുള്ള തരത്തിൽ തന്നെ അത് അവതരിപ്പിക്കണം. ഈ റാട്ടപ്പാടിയിലും പടവട്ടിക്കുന്നിലും ഒക്കെ ഉള്ള ആളുകൾ ഒരു തരത്തിലും, അത് ജോൺ മത്തായി കമ്മീഷൻ കല്ലിട്ട് പോയ ഗോസോൺ പ്രദേശമുണ്ട്. ആ ഗോസോൺ പ്രദേശത്ത് പോലും അപകട ഭീഷണി ആവുന്ന വിധത്തിൽ ഇന്ന് വെള്ളം കയറിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ അടക്കം അത് ചൂണ്ടിക്കാട്ടി. അവിടെയൊക്കെ വെള്ളം ഇരച്ചെത്തുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും വാസയോഗ്യമല്ലാത്ത സ്ഥലമാണ് ഈ മേഖല. അതുകൊണ്ട് ആ ആളുകളെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് ഈ നാട്ടുകാരെല്ലാം തന്നെ ഒരുപോലെ ഉന്നയിക്കുന്നത്. മാത്രമല്ല ഒരു തരത്തിലും ഈ ആളുകളെ സംബന്ധിച്ച് സാമ്പത്തിക ദുർബലാവസ്ഥയിൽ തന്നെ ഈ നാട്ടുകാർ നിലനിൽക്കുകയാണ്. അവരുടെ ഉദ്യോഗസ്ഥരുടെ സമീപനം വളരെ മോശം സമീപനമാണെന്നുള്ള ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. അതെല്ലാം തന്നെയാണ് ഇങ്ങനെ ഒരു വിമർശന വിധേയമായി കാര്യങ്ങൾ വരുന്നത്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുക എന്നുള്ള തരത്തിലേക്ക് മാത്രമേ അവരെ സംബന്ധിച്ച് കഴിയുകയുള്ളൂ. അവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി അതാണ്. സർക്കാരിന്റെ ഉത്തരവ് പ്രകാരമുള്ള ആ നടപടി ആണ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് നടക്കുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇതിനകത്ത് വലിയ പ്രതിഷേധം ഉയർന്നു. രണ്ടുപേരെയും ഇപ്പോഴും പുറത്തുവിടാതെ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതായത് തഹസിൽദാരെയും സ്പെഷ്യൽ ഓഫീസറെയും തടഞ്ഞു വെച്ചിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ADM ഇവിടെ ചർച്ച നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ADM അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും. തുടർന്ന് ഈ വിഷയത്തിൽ ചർച്ചയുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം.